തുർക്കിയിലും സിറിയയിലും ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 23,000 കടന്നു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 6ാം ദിവസവും പ്രതീക്ഷകളോടെ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ 45 ലോകരാജ്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി തുടരുന്നു. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസാദ് ഭൂകമ്പബാധിത മേഖലകൾ സന്ദർശിച്ചു. തുർക്കിയിൽ കടുത്ത ശൈത്യവും തുടരുകയാണ്. വിവരങ്ങളുമായി കരിഷ്മ ആന്റണി ചേരുന്നു. കരിഷ്മ, 6ാം ദിവസവും 23,000 കടന്നിരിക്കുകയാണ് മരണം. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടോ? അതുപോലെ തന്നെ കാലാവസ്ഥ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ടോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? മരിച്ചവരുടെ എണ്ണം 24,000 കടന്നിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഇനിയും മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത. അതുപോലെ തന്നെ സിറിയയിൽ 5.3 കോടി പേർ ഭവനരഹിതരായെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമാത്രമല്ല 8.7 കോടി പേർ 7 കോടി ദുരിതബാധിതർ പട്ടിണിയിൽ അകപ്പെടുമെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു കിടക്കുകയാണ്. അതിനുള്ളിൽ നിന്നും ആളുകളെ കണ്ടെത്തി അവർക്കുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്ന പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ വളരെ പ്രതികൂലമായാണ് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നത്. അതികഠിനമായ ശൈത്യം രക്ഷാപ്രവർത്തനത്തെ വളരെയേറെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭൂചലനത്തിൽ നിന്ന് അതിജീവിച്ചവരെയും ഈ ശൈത്യത്തെ അതിജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ പുലർച്ചെയോടെയാണ് ആദ്യ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. അപ്പോൾ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് തന്നെ ഏകദേശം 12 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരു ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമാണ് ഉണ്ടായത്. അടുത്ത ദിവസവും റിക്ടർ സ്കെയിൽ 5.6 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനവും ഉണ്ടായി. ഇതിൻ്റെ തുടർചലനങ്ങൾ ഏകദേശം 16ഓളം തുടർചലനങ്ങളും ഉണ്ടായി. അങ്ങനെ ഒട്ടനവധി കെട്ടിടങ്ങൾ തകരുകയും അന്നു മുതൽ തന്നെ മരിച്ചവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഇതാ 24,000 കടന്നിരിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത. ആതിര, കരിഷ്മ, അതുപോലെ തന്നെ സഹായഹസ്തവുമായിട്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ. ഉൾപ്പെടെയുള്ള 45ഓളം രാജ്യങ്ങൾ സഹായഹസ്തവുമായി തുർക്കിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഏറ്റവും അധികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവിടെ കമ്പിളി പുതപ്പുകൾക്ക് ക്ഷാമമുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവിടെ എത്തിയിട്ടുള്ള കമ്പിളി പുതപ്പുകൾ വെച്ച് കുട്ടികളെ സംരക്ഷിച്ചതിന് ശേഷം രക്ഷിതാക്കൾ തണുപ്പ് സഹിക്കാൻ വേണ്ടി പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. അവർ ഇതിനുവേണ്ടി നിരവധി രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും എത്തിക്കുമെന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി തുർക്കിയോടൊപ്പം നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. ഇന്ത്യയും ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആതിര, വ്യക്തമാണ് കരിഷ്മ. തുർക്കിയിലും സിറിയയിലും ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 24,000 കടന്നു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 6ാം ദിവസവും പ്രതീക്ഷകളോടെ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ 45 ലോകരാജ്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി തുടരുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു കരിഷ്മ ആന്റണി.